ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ ഖത്തറിനെ പ്രതിരോധിക്കാൻ യുഎസ് സൈനിക നടപടി ഉൾപ്പെടെ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് പ്രതിജ്ഞയെടുക്കുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വൈറ്റ് ഹൌസിന്റെ വെബ്സൈറ്റിൽ ലഭ്യമായ ഉത്തരവിൽ സെപ്റ്റംബർ 29 എന്ന തീയതിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. അസാധാരണമായ ഒരു പ്രതിസന്ധി നേരിടുകയാണ് അമേരിക്കൻ ഭരണകൂടം. ഒക്ടോബർ 1-നാണ് അമേരിക്കയിൽ പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത്. അതിനു മുന്നോടിയായി യുഎസ് കോൺഗ്രസിൽ ധനബിൽ പാസാക്കാത്തതാണ് അസാധാരണ സാഹചര്യത്തിന് വഴിയൊരുങ്ങിയിരിക്കുന്നത്. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ RSS ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ കറൻസിയിൽ ആദ്യമായി ഭാരതമാതാവിന്റെ ചിത്രം ആലേഖനം ചെയ്ത പ്രത്യേക തപാൽ സ്റ്റാമ്പും സ്മാരക നാണയവും പുറത്തിറക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 100 രൂപ നാണയത്തിന്റെ ഒരു വശത്ത് ദേശീയ ചിഹ്നവും മറുവശത്ത് വരദമുദ്രയിൽ ഭാരതമാതാവിന്റെ ഒരു ചിത്രവും ആലേഖനം ചെയ്തിട്ടുണ്ട്. അവതാരകനായ രാജേഷ് കേശവ് ഒരു മാസത്തിൽ അധികമായി ചികിത്സയിൽ കഴിയുകയാണ്. സ്റ്റേജ് പരിപാടിക്കിടെ കുഴഞ്ഞു വീണ രാജേഷ് കേശവ് നിലവിൽ വെല്ലൂർ CMC ആശുപത്രിയിലാണ് ചികിത്സയിൽ കഴിയുന്നത്. തിരിച്ചുവരാൻ ഇനിയും മാസങ്ങൾ എടുത്തേക്കുമെന്ന് സുഹൃത്ത് പറയുന്നു. മോഹൻലാലും ജയറാമും അടക്കമുള്ളവർ അയച്ചു നൽകുന്ന ശബ്ദസന്ദേശങ്ങൾ രാജേഷിനെ കേൾപ്പിക്കുന്നുണ്ടെന്നും ഒരു ചെറിയ പ്രതികരണമെങ്കിലും ഉണ്ടാകുന്നത് ചികിത്സയിൽ പ്രധാനമാണെന്നും സുഹൃത്ത് പ്രതാപ് ജയലക്ഷ്മി കുറിക്കുന്നു. രാഹുൽ ഗാന്ധിക്കെതിരെ കഴിഞ്ഞ ദിവസമാണ് ചാനൽ ചർച്ചയിൽ BJP നേതാവ് പ്രിന്റ് മഹാദേവൻ വധഭീഷണി മുഴക്കിയത്. കേസെടുത്തെങ്കിലും പ്രിന്റ് ജാമ്യം നേടി പുറത്തിറങ്ങി. ഈ വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയം കൊണ്ടുവന്നിരുന്നു. ഇതൊരു കടന്ന കൈയായി പോയെന്ന് കെടി ജലീൽ MLA പ്രതികരിച്ചു. സന്ദീപ് വാര്യരെ പോലെ ഈ നേതാവും നാളെ BJPയിൽ നിന്ന് കോൺഗ്രസിലേക്ക് എത്തിയേക്കാമെന്നും കെടി ജലീൽ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പ്രതികരിച്ചു. മുൻ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ ഓർമ്മകൾക്ക് ഇന്ന് 3 വർഷം തികയുകയാണ്. 2022 ഒക്ടോബർ 1-നാണ് കോടിയേരി വിട വാങ്ങിയത്. കോടിയേരിയുടെ ഓർമ്മകളെക്കുറിച്ച് മകൻ ബിനീഷ് കോടിയേരി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പ് വൈറലാവുകയാണ്. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചേക്കും. തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അടുത്ത മാസം തന്നെ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്താനാണ് സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത്. നിലവിൽ സംസ്ഥാനത്ത് 1600 രൂപയാണ് ക്ഷേമ പെൻഷൻ. ഇത് 400 രൂപ വർദ്ധിപ്പിച്ച് 2000 രൂപയാക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത്. നവംബർ, ഡിസംബർ മാസങ്ങളിലായിരിക്കും കേരളത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുക. നാളെയാണ് വിജയദശമി. തിന്മയുടെ മേൽ നന്മ നേടുന്ന വിജയത്തെയാണ് ദസറ അല്ലെങ്കിൽ വിജയദശമി കൊണ്ട് അടയാളപ്പെടുത്തുന്നത്. 2 സുപ്രധാന വിജയങ്ങളെയാണ് ദസറ അനുസ്മരിക്കുന്നത്. രാവണനെതിരെയുള്ള ശ്രീരാമന്റെ വിജയവും മഹിഷാസുരനെതിരെ ദുർഗാദേവി നേടിയ വിജയവും. ധീരതയുടെയും വിശ്വാസത്തിന്റെയും സത്യത്തിന്റെ വിജയത്തിന്റെയും പ്രതീകമായി കൂടിയാണ് ഈ ദിനം ആഘോഷിച്ചു പോരുന്നത്. കേരളത്തിൽ ഹിന്ദു ജനസംഖ്യ അപകടകരമാം വിധം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് രാഹുൽ ഈശ്വർ. മുസ്ലിങ്ങളുടെ ജനസംഖ്യ വളരെ സാധാരണമാണ്. അതേസമയം ക്രിസ്ത്യാനികളും കടുത്ത പ്രതിസന്ധിയാണ് നേരിടുന്നതെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. സമകാലിക മലയാളത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം. വായിക്കാം. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 156 ജന്മദിനമാണ് ഒക്ടോബർ 2-ന് രാജ്യം കൊണ്ടാടാൻ പോകുന്നത്. ഒരു ആയുഷ്കാലം മുഴുവൻ സത്യത്തിനും അഹിംസയ്ക്കും വേണ്ടി നിലകൊണ്ട് രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത മഹാനാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാഗാന്ധി. ഗാന്ധിജിയോടുള്ള ആദരസൂചകമായി ഐക്യരാഷ്ട്രസഭ ഇതേ ദിവസം അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കുന്നു.